വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 26/5/2016 നടന്ന കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 73 പാർട്ട് 2016 അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word 2007 മാക്സിമം സൂം ഈസ് ഡാഷ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, മിനിമം 10ഉം മാക്സിമം 500%ആണ്. Next one, the extension of a paint file .bmp, .text, .xls, .cpp. അപ്പോൾ പെയിൻറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് BMP ആണ്. BMP എന്ന് വെച്ചാൽ അത് ബിറ്റ് മാപ്പ് ഇമേജ് ഫയലാണ്. നമ്മുടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫയൽ ഫോർമാറ്റാണ് ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? .txt ആണ്. TXT എന്താ? ടെക്സ്റ്റ് ഫയലാണ്. ഓക്കെ, ഇപ്പോൾ നോട്ട് പാഡിലൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്? ടെക്സ്റ്റ് ഫയലാണ് .txt. അതിന് പ്രത്യേക ഫോർമാറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ബോൾഡ്, ഇറ്റാലിക് അതുപോലത്തെ ഒന്നും വരാത്തതാണ് എന്ത്? .txt എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ .xls എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൻ്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ .cpp എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിന് അതിൻ്റെ സോഴ്സ് കോഡിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് .cpp എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് .bmp. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ? ജാവ, കാസ്പെർസ്കി, മെക്കഫി, നോർട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജാവയാണ്. ജാവ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is a word processing software? MS Access, MS Excel, MS PowerPoint, MS Word. അപ്പോൾ വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് MS Word ആണ്. ഇനി ഡാറ്റാ ബേസിൻ്റെ ആണ് ഇത് MS Access എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ DBMS. MS Excel എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ സ്പ്രെഡ്ഷീറ്റ്. അതുപോലെ MS PowerPoint എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ. Okay, next question, what function displays raw data in a column or column data in a row? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ആണ്. നമ്മൾ മാത്സൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രാൻസ്പോസ് മാട്രിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ്പോസ് മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ഓർത്തു നോക്കുക. അതായത് ട്രാൻസ്പോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ റോവിനെ കോളത്തിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ രണ്ട് കോളംസിൽ രണ്ട് വാല്യൂസ് ഉണ്ട് എങ്കിൽ നമുക്ക് ആ രണ്ട് വാല്യൂസിന് കോൺകാറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഫംഗ്ഷനാണ് എന്ത്? കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. കോൺകാറ്റിനേറ്റ്. ദെൻ ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ട്രിം എന്ന് പറയുന്നത്. ദെൻ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം എക്സലിൽ വരുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ആവറേജ് കൊടുത്ത് നമ്മൾ ഏതൊക്കെ റേഞ്ച് സെലക്ട് ചെയ്യുന്നോ ആ ഒരു റേഞ്ചിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഗിഗാബൈറ്റ് ഈസ് 1 ടെറാബൈറ്റ്? 1204, 1104, 1024, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളതൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1024 ആണ്. 1024 ഗിഗാബൈറ്റ്സ് ആണ് 1 ടെറാബൈറ്റിന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് എ ഷെയർവെയർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പബ്ലിക് ഡൊമെയിൻ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സ്യൂട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ കേസ് പറഞ്ഞതാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ടാണ്. ഇനി എന്താണ് ഷെയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷെയർവെയർ മീൻസ് നമ്മുടെ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് ഇനീഷ്യലി നമുക്കത് അവർ ഷെയർ ചെയ്ത് തരും. അതായത് നമുക്ക് ഒരു ഫ്രീ ട്രയൽ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തരും. പക്ഷേ എല്ലാ ഫങ്ഷണാലിറ്റീസും അതിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ചില ഫങ്ഷണാലിറ്റീസ് മാത്രം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ലിമിറ്റഡ് കോസ്റ്റിൽ നമുക്ക് തരും. അതിനുശേഷം 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പേ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈസൻസ് ആണ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു കോപ്പി റൈറ്റ് ഹോൾഡേഴ്സ് അത് ഗ്രാൻഡ് ചെയ്യുന്നു. ബാക്കി യൂസേഴ്സിന് അതിൻ്റെ
യൂസ് ചെയ്യാനും അത് പഠിക്കാനും അതിൽ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ളൊരു റൈറ്റ് നമുക്ക് തരുന്നുണ്ട്. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിനൊരു കോപ്പി റൈറ്റോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങളോ അതിൽ വരുന്നില്ല, ഒരു റെസ്ട്രിക്ഷനും വരുന്നില്ല. എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ തന്നെ കോഡിലോ ഒരു റെസ്ട്രിക്ഷനും വരാത്തതാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഡിസ്ക്രൈബ്സ് എ സബ്സെറ്റ് ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ അണ്ടർ എ കോപ്പിറൈറ്റ് ലൈസൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയറിൽ എന്തില്ല, ഒരു കോപ്പിറൈറ്റോ ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങളോ അതിൽ വരുന്നില്ല. അതാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ള വെച്ചാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇവിടെ അത് അപ്രൂവ് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അത് കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻ ആപ്ലിക്കേഷൻ സ്യൂട്ടാണ്. നെക്സ്റ്റ് വൺ, URL സ്റ്റാൻഡ്സ് ഫോർ. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സമയത്ത് പറഞ്ഞതാണ്. URL സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് ഏതെങ്കിലും റിസോഴ്സിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. ആ ഓരോ അഡ്രസ് ബാർ എന്ന് പറയുന്നത് യുണീക്കാണ്. അത് യൂണിഫോമിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് വൺ, വിച്ച് പവർ പോയിൻറ്റ് വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ ആസ് എ തംബ്നെയിൽ ഡിസ്പ്ലേ. അപ്പോൾ തംബ്നെയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടറാണ്. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന സ്ലൈഡ് സോർട്ടറിലാണ്. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നോ ബാക്കി എല്ലാ സ്ലൈഡിലും ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റുന്നതാണ് സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്ലൈഡ് ഷോ നിങ്ങൾക്കറിയാം, പ്രസൻറ്റേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലൈഡ് ഷോന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F5 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഇൻ എ വിൻഡോ. നമുക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ആലോചിച്ച് നോക്കുക നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതാം. റൈറ്റ് ക്ലിക്ക് പ്ലസ് സെലക്ട് ന്യൂ ഫോൾഡർ. അതാണ് ഒരു പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ദെൻ സെലക്ട് ന്യൂ ഫോൾഡർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് മാത്രം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കീബോർഡ്, പ്രിൻ്റർ, മോണിറ്റർ. അപ്പോൾ അതിൽ കീബോർഡ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, പ്രിൻ്റർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തത് ഒഴിവാക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ മൗസ്, കീബോർഡ്, സ്കാനർ. അപ്പോൾ മൗസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്, കീബോർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്, സ്കാനർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മൗസ്, കീബോർഡ്, സ്കാനർ. ബാക്കി രണ്ടിലും എന്തുണ്ട്? പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെൻറ്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം ഈസ് വിൻഡൻ സർഫ്, ജാൻ കെന്നത്ത്, ബിൽ ഗേറ്റ്സ്, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മുടെ ഇമെയിലിൻ്റെ ഇൻവെൻറ്റർ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇമെയിലിൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് റേ ടോമിൽസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നൺ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, അപ്പോൾ ആരാണ് വിൻഡൻ സർഫ് എന്ന് പറയുന്നത്? വിൻഡൻ ഗ്രേ സർഫ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആണ്. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആണ് ആര്? വിൻഡൻ സർഫ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇമെയിലിൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് റേ ടോമിൽസൺ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറാണ് ആര്? ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പി കമാൻഡ് സേവ്സ് ദ കണ്ടൻറ്റ് ടെമ്പററിലി ടു ദ ഡെസ്ക്ടോപ്പ്, പ്രിൻ്റർ, ക്ലിപ്പ് ബോർഡ്, MS വേർഡ്. അപ്പോൾ ഒരു ഫയൽ നമ്മൾ കോപ്പി ചെയ്ത് വേറെ ഏതിലെങ്കിലും പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൈം ലാഗ് ഉണ്ട് അല്ലേ? ആ ഒരു ടൈമിൽ നമ്മൾ കോപ്പി ചെയ്തത് എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആ ഒരു ബഫർ സ്പേസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ക്ലിപ്പ് ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഷോർട്ട് ടേം സ്റ്റോറേജ്
ആണ് എന്ത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ കോപ്പി ചെയ്യുന്നത് ആ കോപ്പി ചെയ്തത് നമ്മൾ എവിടത്തേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ പേസ്റ്റ് ചെയ്യുന്നത് വരെയും നമ്മൾ ആ കോപ്പി ചെയ്ത കണ്ടൻറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട് ടേം സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും, ബഫറിലായിരിക്കും. ഓക്കെ, അതാണ് എന്ത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നതെല്ലാം ടൈപ്പ് റൈറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ കുറച്ച് ഫൗണ്ടേഴ്സിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഈ ക്ലാസ്സിലും പറഞ്ഞു. ഫേസ്ബുക്കിൻ്റെ മാർക്ക് സുക്കൻബർഗ്, അതുപോലെ ഗൂഗിൾ ലാറി പേജ്, സെർജി ബ്രെയിൻ, അതുപോലെ ട്വിറ്റർ ജാക്ക് ഡോർസി, പിന്നെ അലൻ ട്യൂറിങ്ങിൻ്റെ കേസ് പറഞ്ഞു. അലൻ ട്യൂറിങ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.